ഹായ്. ഞാനിന്ന് വളരെ ഒരു സെൻസിറ്റീവ് വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല. നമ്മളുടെ മോഡേൺ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പലരും പല ടൈപ്പ് വീഡിയോസും യൂട്യൂബും ഒക്കെ കാണുമ്പോൾ അതിനകത്ത് പറയുന്നത്, "ഓ, നിങ്ങളൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ടോ ആരെ പറ്റിയും ഒത്തിരി പൊസസീവ് ആകരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ ആവശ്യങ്ങളോ നിങ്ങളുടെ എന്താ പറയേണ്ടത് ഇമോഷൻസിനെ അങ്ങ് തുറന്ന് കാട്ടരുത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര പൊസസീവ് ആണെന്ന്." അപ്പോൾ ഈ ഒരു കാര്യത്തിനെ ചൊല്ലി കുറേ പേര് ലൈക്ക് ഞാൻ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നമ്മൾ വീഡിയോസ് കാണുമ്പോഴാണേലും വളരെയധികം ഡൗട്ട്ഫുള്ളാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എന്താ പറയേണ്ടത് ഒരാളുടെ മേലിൽ നമുക്കൊരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളോട് തോന്നുന്ന എന്താ പറയേണ്ട ഒരു സ്നേഹമോ അതെന്ത് തന്നെ വികാരം ആയിക്കോട്ടെ അത് നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളെ പരക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ മോഡേൺ ഡേറ്റിംഗ് ആപ്സ് ആണെങ്കിലും മോഡേൺ ഡേറ്റിംഗ് ആയിട്ടുള്ള ഗുരൂസൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര എന്താ പറയണ്ട അവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം പോലും, പക്ഷെ നമ്മളൊന്നും നമ്മളുടെ മനസ്സിലുള്ളതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഡേറ്റിംഗ് അഡ്വൈസ് അല്ലേ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ ഇന്നത്തെ ജനറേഷൻ പോലെ ഇത്രയും എന്താ പറയണ്ടേ ലോൺലിനെസ്, അതായത് ഡേറ്റിങ്ങിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇത്രയും അധികം ലോൺലിനെസ് എന്താ പറയണ്ട അനുഭവിക്കുന്ന ആൾക്കാർ വളരെ വളരെ കൂടുതലാണ്. പലരും തന്നെ കല്യാണം അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മാറി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആർക്കും തന്നെ അവരുടെ മനസ്സിലുള്ള എന്താ പറയണ്ടേ വികാരം എന്താണെന്നോ അവരുടെ മനസ്സിൽ എന്താണോ പോകുന്നത്, ഒരാൾക്ക് ഇഷ്ടമാണെന്നോ ഒരു കാര്യം ചെയ്യുന്നത് ഇഷ്ടമല്ലെന്നോ അങ്ങനെയൊന്നും പറയാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യപ്പെടുമോ എന്ന് പോലും ഭയക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പല റിലേഷൻഷിപ്പും. അത്രയും എന്താ പറയണ്ട ലൈക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് പോലെയാണ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. വളരെ ഫ്രജൈലാണ് എല്ലാവരും ഓവർ സെൻസിറ്റീവാണ്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്, റിലേഷൻഷിപ്പ് എപ്പോഴും ഇപ്പം എൻ്റെ തന്നെ പേഴ്സണൽ കാര്യം എടുത്ത് അവിടെ ഇടുകയാണെങ്കിൽ തന്നെ പലപ്പോഴും എൻ്റെ റിലേഷൻഷിപ്സ് ഫെയിലിയർ ആകാനുള്ള റീസൺ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പ്രോപ്പറായിട്ട് എനിക്ക് എൻ്റെ ഫീലിങ്സ് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരാളുടെ അടുത്ത് സ്നേഹമാണ് അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവൃത്തിയിലൂടെയും നമ്മളുടെ ആക്ഷൻസിലൂടെയും പിന്നെ നമ്മൾ സംസാരത്തിലൂടെ അറിയിക്കുന്നത് മാത്രമല്ല, മൂന്നാമതൊരാൾ അതിനെ എന്താ പറയണത് ത്രെറ്റൻ ചെയ്യുന്ന രീതിയിൽ വരുന്ന സമയത്തും നമ്മളതിനെ ബൗണ്ടറി ഇടാനും നമ്മളതിനെപ്പറ്റി തനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാനും ആ കാണിക്കുന്ന ഒരു വൾണറബിലിറ്റി, ആ ഒരു ധൈര്യം അത് നമുക്ക് പലപ്പോഴും ഇല്ലാതെ ആയിപ്പോയി. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്കത് ഇല്ലാതായിപ്പോയി. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐ യൂസ് ടു ആക്ട് ലൈക്ക് ഐ എം ജസ്റ്റ് കൂൾ ഗേൾ എനിക്കിങ്ങനെ ഇപ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്തോ വന്ന് സംസാരിക്കുന്നു, വേറൊരു പെൺകുട്ടി വന്ന് കുറച്ച് അടുപ്പം കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിക്കാത്ത പോലെ ഒരു കൂൾ ഗേൾ പോലെ ഞാൻ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിങ്ങനെ അഫക്റ്റ് ആകാത്ത മാതിരി ഇരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള വ്യക്തി എന്താ വിചാരിക്കുക, അവർ വിചാരിക്കും അതൊരു വലിയ പ്രശ്നമൊന്നും അല്ല, ആ കുട്ടിക്ക് ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, അവൾക്ക് പ്രശ്നമല്ല, അവളെ ഹേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ സ്ത്രീനോട് സംസാരിച്ചാൽ എന്താ എന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞാലും പ്രശ്നമാണ്, പറയും ഞാൻ ഭയങ്കര പൊസസീവ്നെസ് എന്ന് പറയുന്ന വികാരം അതത്ര മോശമായിട്ടുള്ള വികാരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു സാധനത്തിനോട് നിർവികാരതയോടെ അല്ലെങ്കിൽ ഒരു വികാരം ഇല്ലാതെ ഇരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് പൊസസീവ് ആണെന്ന് പറയുന്നത്. പക്ഷേ ആ പൊസസീവ്നെസ്സിന് ഒരു അളവുണ്ട്. ഐഡ് സേ ഐ എം നോട്ട്
possessive, but I'm very territorial. Territorial in the sense like, for example, നിങ്ങളൊരു പേന മേടിച്ചു എന്ന് വിചാരിക്കുക. ആ പേന നിങ്ങളുടേതാണ്, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്കൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങളത് വഴി കളഞ്ഞിട്ട് വരില്ല. അല്ലെങ്കിൽ വേറൊരാൾ അത് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളെന്ത് വിചാരിക്കും? അയ്യോ അത് എൻ്റെ പേനയാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്, ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ മേടിച്ച കാശ് ഇതാണ്. ശരി, പേന എടുക്കുന്നില്ല, ഒരു ജീവനുള്ളൊരു ഇത് തന്നെ ആയിക്കോട്ടെ. നിങ്ങളൊരു എന്താ പറയണ്ടത്, നിങ്ങളൊരു കടയിൽ പോയി, നിങ്ങളൊരു വെറ്റിനറി ഷോപ്പിൽ പോയി, അല്ല പെറ്റ്സിൻ്റെ ഒരു ഷോപ്പിൽ പോയി നിങ്ങൾ ഒരു പെറ്റിനെ കണ്ടുപിടിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളൊരു പെറ്റിനെ മേടിക്കുന്നു. ആ പെറ്റിനെ വീട്ടിൽ കൊണ്ടുവരുന്നു, അതിനുള്ള സാധനങ്ങൾ മേടിക്കുന്നു, കഴിക്കാനുള്ള സാധനങ്ങൾ മേടിക്കുന്നു, അതിനെ നന്നായി പരിപാലിക്കുന്നു, നിങ്ങളതിനെ ഡെയിലി നേർച്ചർ ചെയ്ത് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങളുടെ എഫേർട്ട് എടുത്ത്, അത് മോണിറ്ററി ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലേബർ എടുത്തിട്ടായിക്കോട്ടെ, ഈ ഒരു എഫേർട്ട് എടുത്ത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ പെറ്റിനോടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഇത് എൻ്റേതാണെന്നുള്ളൊരു ഫീലിംഗ് വരും അല്ലേ? അത് പെറ്റിനോട് കാണിക്കുന്നതായിരിക്കില്ല മനുഷ്യരോട് കാണിക്കുന്നത്. അത് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ടെറിട്ടോറിയൽ എന്ന് പറയുമ്പോൾ ആ പെറ്റിനെ വേറൊരു ആൾ വന്ന് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റോഡിൽ കൂടെ പോകുന്ന സ്ട്രേ ഡോഗ്സ് അറ്റാക്ക് ചെയ്യാൻ വരണം. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ ഉടനെ സ്വാഭാവികമായിട്ടും അതിൽ ടെറിട്ടോറിയൽ ആകും അല്ലേ? അത് മനുഷ്യ സഹജമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. ഒരു സാധനത്തിനോട് നമുക്ക് അനുഭാവം തോന്നുക, അതിനെ ടെറിട്ടോറിയൽ ആകാം, അത് ഇസ് ടെറിട്ടോറിയൽ. ഓക്കെ, സോ ഐ എം വെരി ടെറിട്ടോറിയൽ. സോ എൻ്റെ സാധനങ്ങൾ എന്നോട് ചോദിക്കാതെ എടുക്കുന്നതോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് വരുന്നതോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാനത് ഉറപ്പായിട്ടും സംസാരിക്കുകയും ചെയ്യും അതിനെപ്പറ്റി. ഞാൻ വോയിസ് ഔട്ട് ചെയ്യുകയും ചെയ്യും, ബൗണ്ടറി ഇടേണ്ടടുത്ത് ബൗണ്ടറി ഇടുകയും ചെയ്യും. പക്ഷെ പൊസസീവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ഓരോ ചലനവും, ആ വ്യക്തി ആരോട് സംസാരിക്കുന്നു, ആ വ്യക്തി ഇപ്പം ഒരു വ്യക്തിയോടുള്ള പൊസസീവ്നെസ് ആണെങ്കിൽ അത് എൻ്റേത് മാത്രമാണ് എന്ന് വിചാരിക്കുന്നതാണ് പൊസസീവ്നെസ്. ഇപ്പോൾ എനിക്കൊരു പെറ്റ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ആ പെറ്റ് വേറെ ആരും അതിനെ തൊടാൻ പാടില്ല, വേറെ ആരും അതിനോട് സ്നേഹം കാണിക്കാൻ പാടില്ല, അത് പൊസസീവ്നെസ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ എപ്പോഴും ടെറിട്ടോറിയൽ ആണെന്നാണ്. അപ്പം അതായത് എൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ടെറിട്ടോറിയൽ ആവും. അപ്പോൾ ഇന്നത്തെ മോഡേൺ ഡേറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ ടെറിട്ടോറിയലിനെ കൺഫ്യൂസ് ചെയ്ത് പൊസസീവ്നെസ് എന്നുള്ള ഒരു ബ്രാക്കറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ മൂന്നാമതൊരാൾ കടന്നു വരികയും അവരുടേതായിട്ടുള്ള ചില എന്താ പറയേണ്ട ആക്ഷൻസ് കൊണ്ടോ അവരുടേതായിട്ടുള്ള ചില പ്രവൃത്തികൾ കൊണ്ടോ നമ്മളുടെ റിലേഷൻഷിപ്പിന് മോശം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോട്ടം വരുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ അവിടെ റിയാക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആസ് ബീയിങ് ടെറിട്ടോറിയൽ. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയും, നീ എന്തിനാ ഇത്രയും പൊസസീവ് ആകുന്നത്? ഞാൻ അവളുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ജസ്റ്റ് ഹെൽപ്പ് ചെയ്തതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അവിടെ നമ്മൾ പല രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിൽ എന്താണോ ആ മൂന്നാമതൊരാൾ വന്നത്, എൻ്റെ അഭിപ്രായത്തിൽ അത് അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അത് അൺലെസ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി മെമ്പർ, അൺലെസ് ഇറ്റ്സ് ലൈക്ക് സംവൺ ഹൂസ് ലൈക്ക് എന്താ പറയണ്ട, ഫാമിലി മെമ്പർ തന്നെ ആയിരുന്നാൽ കൂടെയും, അത് നമ്മളുടെ ആ പ്രൈമറി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഭർത്താവാണേലും ഭാര്യയാണേലും അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആണേലും ഗേൾ ഫ്രണ്ട് ആണേലും, നിങ്ങളുടെ അത്രയും എന്താ പറയണ്ട ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേറെ ആര് വന്നു കഴിഞ്ഞാലും അതിനെ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് നിർത്തണം എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. അവിടെ നമ്മൾ കുറച്ച് ഇപ്പോൾ പൊസസീവ്നെസ് എന്ന് നമ്മളെ അവർ ടാഗ് ചെയ്താൽ കൂടിയും അതൊരു മോശം കാര്യമായിട്ട് എടുക്കുക, അത് നമ്മളെ എന്താ പറയണ, നമ്മളെ സ്വയം ബ്ലെയിം ചെയ്തോ, ഞാൻ ഭയങ്കര പൊസസീവ് ആണല്ലേ, അതൊരു മോശം കാര്യമാണല്ലോ, അതൊരു ബാഡ് തിങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കുകയല്ല വേണ്ടത്. ആൻഡ് ഇന്നത്തെ റിലേഷൻഷിപ്പിൽ പലരും എന്താ പറയുക, ഈ കൂൾ ഗേൾ അല്ലെങ്കിൽ കൂൾ ഗായ് ആവാൻ ശ്രമിച്ച് സ്വന്തം റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പലരും
ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരത് അവസാനം വരയ്ക്കും അത് എന്താ അവരെന്തുകൊണ്ടാണ് അഫക്റ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അത് ജലസിയോ അല്ല കേട്ടോ, അത് ഇറ്റ്സ് ജസ്റ്റ് അസ് ബീങ് എന്താ പറയുക ടെറിട്ടോറിയൽ. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളുടേതാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ നമ്മളുടേതാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമ്മളുടെ ആ ഒരു സ്റ്റാച്ചർ വെക്കുക, അല്ലെങ്കിൽ നമ്മളെ വോയിസ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് ആസ് ബീങ് ടെറിട്ടോറിയൽ ആൻഡ് വി ആർ ബീങ് പ്രൊട്ടക്റ്റീവ് ഓവർ ദാറ്റ് റിലേഷൻഷിപ്പ്. അതിൽ യാതൊരു തെറ്റും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ മനസ്സിലുള്ളത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പൊസസീവ്നെസ് എന്ന് പറഞ്ഞ് സൈഡിലോട്ടാക്കി നിർത്തുന്ന ആ ഒരു വികാരം പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തുമാത്രം ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആണെന്നും നമ്മൾ എന്തുമാത്രം ആ ആളെ മാനിക്കുന്നു എന്നുള്ളതും എന്ന് മറ്റേ ആൾക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലേ? അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു തെറ്റാണെന്നോ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ക്രിഞ്ചായിട്ടുള്ള കാര്യമാണെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം മേ ബി വെൻ ഐ വാസ് യങ്കർ ഐ യൂസ് ടു തിങ്ക് ലൈക്ക്, ഓ ഇത്രയൊക്കെ സീനാക്കുന്ന എന്തിനാ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പക്ഷെ എൻ്റെ എന്താ പറയുക പക്വതയില്ലായ്മ ആയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ, ബട്ട് ഓഫ് കോഴ്സ് ലൈക്ക് പൊസസീവ്നെസ് ഇസ് ഡിഫറെൻറ്റ്. അത് എൻ്റേത് മാത്രമാണ്, വേറെ ആർക്കും പാടില്ല എന്ന് വിചാരിക്കുന്ന പൊസസീവ്നെസ് ആണ്. പക്ഷേ ജെനുവൻലി അതിലൊരു ത്രെറ്റ് വരുന്ന സമയത്ത്, നമ്മുടെ ആ റിലേഷൻഷിപ്പിന് ത്രെറ്റ് വരുന്ന സമയത്ത് അതിനുവേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യും. ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് അതിനു വേണ്ടി വോയിസ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ടെറിട്ടോറിയൽ. അതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ടെറിട്ടോറിയലിനെ പൊസസീവ്നെസ് ആക്കി കുഴപ്പിക്കാതിരിക്കുക, ആൻഡ് നിങ്ങൾ ആ വോയിസ് ഔട്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യുക. ആൻഡ് മൂന്നാമതൊരാൾ വരുമ്പോൾ, തേർഡ് പാർട്ടി ആയിട്ട് ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് അതാര് തന്നെ ആയിക്കോട്ടെ എഫക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്യുക. അപ്പം തന്നെ അതിനെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കി ആ മൂന്നാമതിരിക്കുന്ന ആളെ കട്ട് ഓഫ് ചെയ്ത് കളയുക. മൂന്നാമതിരിക്കുന്ന ആളോട് അത് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്യുക. ക്ലാരിഫൈ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസൺ. അപ്പോൾ ഇതെനിക്കിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ജനറേഷനിലുള്ള ഒത്തിരി പേര് റിലേഷൻഷിപ്പിൽ വളരെയധികം സൈലൻ്റായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അവർ ഇത് എൻ്റെ പാർട്ട്ണറിനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഞാൻ ഒരുമാതിരി കൊച്ചാവില്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തോ ഭയങ്കര പൊസസീവ് ആണെന്നുള്ള. പൊസസീവ് ആണെങ്കിൽ ആയിക്കോട്ടെ, മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസസീവ് ആണ്. നിങ്ങളൊരു പട്ടിയുടെ അടുത്തോ പൂച്ചയുടെ അടുത്തോ പോയാൽ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള ഒരു ആഹാരത്തിനോട് അത് കാണിക്കുന്ന ആ ഒരു ടെറിട്ടോറിയൽ ബിഹേവിയർ മനുഷ്യരായ നമ്മളും കാണിക്കുന്നു. അത് മൃഗങ്ങളാകുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നു, മനുഷ്യരാകുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം ഇന്നത്തെ ഈ ലോൺലിനെസ് എപ്പിഡമിക്കുള്ള ഇത്രയും ഫ്രജൈലായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, എന്ന് വേണമെങ്കിൽ എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ആകെപ്പാടെ ഉള്ളത് നമ്മളുടെ റിലേഷൻഷിപ്സാണ്. ആ റിലേഷൻഷിപ്പ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണ്? കാരണം നമുക്ക് ആകെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളത് ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും. സോ അതിലോട്ട് വേറൊരാളെ കടന്നു കയറുമ്പോൾ അതിനെ അപ്പാടെ നിങ്ങൾ അതിനെ ശക്തമായി കട്ട് ഓഫ് ചെയ്യുക. നിങ്ങളുടെ ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിന്ന് ഈ വീഡിയോ കൂടെ പറയാനുള്ളത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും. ബൈ.